സത്യമായിട്ട് എനിക്ക് പുള്ളി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? നോക്കൂ, നമ്മുടെ ഷാഫി പറമ്പിലിന്റെ അവസ്ഥയാണ്. നമ്മുടെ ഷാഫി പറമ്പില് നാടിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും UDF അധികാരത്തിൽ വരണമെന്ന് ഉറക്കമില്ലാതെ എല്ലാ ദിവസവും UDFന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു യുവതി വന്നിട്ട് പറയുകയാണ് എനിക്ക് ഷാഫി പറമ്പിലിനെ ഇഷ്ടം. ആ യുവതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം. അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഞാനും ഞെട്ടി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പൊന്നു മനുഷ്യന്മാരെ, അതിനുശേഷം പിണറായി വിജയനെ തെറി വിളിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം 1 മില്യണിലധികം ആൾക്കാർ കണ്ട വീഡിയോ ആണ്. വലിയ ചർച്ചാ വിഷയമാണ്. എന്താണ് ആ യുവതി പറഞ്ഞത് അത് ഞാൻ വെച്ച് തരാം. ആദ്യം നമുക്ക് ഈ ഷാഫി പറമ്പിലിനെ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നില്ല, അതൊന്ന് കേട്ടു നോക്കാം. സത്യമായിട്ട് എനിക്ക് പുള്ളി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്കല്ലാതെ കൂടുതലൊന്നും പറയത്തില്ല. പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഭാവിയിൽ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ പുള്ളിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്രയും രാത്രിയായിട്ട് വന്നത്. പുള്ളി എങ്ങനെയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണോ അതോ MP ആയിട്ട് MLA ആയിട്ട് എല്ലാം എല്ലാ രീതിയിലും പുള്ളി നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പുള്ളി. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ഈ രാത്രി 12 എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ഈ കുട്ടിയോട് ഒരു കാര്യം പറയുകയാണ്, ഷാഫി പറമ്പിലിന് വിവാഹം കഴിഞ്ഞിട്ട് ഒരു മോളുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങ് ആലോചിക്കാമായിരുന്നു അല്ലേ? അതായത് ഷാഫി, എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരു കാര്യം പറയാം. ജനൻ ടി വി എന്ന് പറയുന്നത് കൂടുതലായും RSSകാരും BJPക്കാരും കാണുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ ഷാഫി പറമ്പിലിനെ വിമർശിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും RSSകാർ പോലും കമന്റ് ഇടുകയാണ്, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഷാഫി പറമ്പിൽ നല്ലവനാണ്. ഇതാണ് ഇതിന്റെ റിസൾട്ട്. അതായത് ഷാഫിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, പെൺകുട്ടികൾക്ക് നല്ല, ആൺകുട്ടികൾക്ക് നല്ല, BJPക്കാർക്ക് UDF LDF അങ്ങനെ ഒന്നുമില്ല. ഷാഫി പറമ്പിലിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് ഷാഫി പറമ്പിലൊരു പ്രഖ്യാപിക്കുന്ന എക്സാമ്പിളാണ്. ഞാൻ രണ്ടാമതൊരു വിവാഹം, വെറുതെ പറയുന്നതാണ്, ആരും കമന്റ് ബോക്സ് തെറിവിളിക്കല്ല. അതായത് ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു, ആരെങ്കിലും തയ്യാറാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? മില്യൺ കണക്കിന് പെൺകുട്ടികൾ രംഗത്ത് വരും എനിക്ക് ഷാഫി ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പെൺകുട്ടി വലിയൊരു വൈറലാണ്, അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. പൊന്നു മനുഷ്യന്മാരെ, പിണറായി വിജയനെ തെറിവിളിച്ചുകൊണ്ടൊരു യുവതി വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് കാണണം. അതായത് ഒരു പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ചാൽ പോലും നിയമസഭാ ഇലക്ഷനിൽ ജയിക്കില്ല അഖിൽ മാരാർക്ക് ഒരു കാര്യം ഉറപ്പായി, തോറ്റ് പണ്ടാരടങ്ങും. അഖിൽ മാരാറ് നിലവിൽ വിചാരിക്കുന്നത് എത്ര ഭൂരിപക്ഷത്തിലാണ് ഞാൻ തോക്കുന്നത് എന്ന്. 3ാം സ്ഥാനത്താണോ 2ാം സ്ഥാനത്താണോ? ഒരു കാര്യം പറയാം, ഒരു പക്ഷേ 10,000 വോട്ട് പോലും അഖിൽ മാരാർക്ക് കിട്ടുന്നില്ല എന്ന ഞെട്ടിക്കുന്ന സർവേ ഫലമാണ് പൊന്നു മനുഷ്യന്മാരെ വരുന്നത്. രാത്രി 8 മണിയാകുമ്പോൾ ഏറ്റവും അവസാനം കേരളം ആര് ഭരിക്കുമെന്ന ഞെട്ടിക്കുന്ന സർവേ ഫലം റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം അതൊരു അത് കുറച്ച് പണിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും കാണണം. പൊന്നു മനുഷ്യന്മാരെ, നമുക്ക് പിണറായി വിജയനെ തെറിവിളിക്കുന്ന ആ ഒരു വീഡിയോ കാണാം. അതിനുശേഷം ധർമ്മടത്ത് പിണറായി വിജയൻ തോൽക്കുമെന്ന നടുക്കുന്ന വാർത്ത വരുന്നുണ്ട്. ധർമ്മടത്തു നിന്നും സാധാരണക്കാരായ ജനങ്ങൾ പിണറായി വിജയന്റെ അധികാരം വേണ്ട എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് തരാം. ആദ്യം പിണറായി വിജയനെ തെറിവിളിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞ് പെൻഷൻ തന്നെന്ന് പറഞ്ഞ് പെൻഷൻ ആരുടെയാ? ഞങ്ങളുടെ നികുതി പണവാ പെൻഷൻ തരുന്നത്. പെൻഷൻ തരുന്നത് ജനങ്ങളുടെ നികുതി പണവാ. പിണറായിയുടെ ഖജനാവിൽ നിന്നല്ല എടുത്തു തരുന്നത്, പിണറായിയുടെ വീട്ടിൽ നിന്നല്ല. അത് മനസ്സിലാക്കണം. ഞങ്ങളുടെ ഓരോ ജനങ്ങളുടെയും നികുതി പണമാണ് പെൻഷൻ തരുന്നത്. അത് മനസ്സിലാക്കണം. പിണറായി സാറിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതാണോ? അല്ല. ഏതെങ്കിലും നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് തരുന്നതാണോ? അല്ല. ഓരോ വ്യക്തികളും, ഞാനും നികുതി കൊടുക്കുന്നതാ, നിങ്ങളും നികുതി കൊടുക്കുന്ന ആ പൈസ കൊണ്ടാണ് നമുക്ക് പെൻഷൻ തരുന്നത്, അല്ലാതെ ആരുടെയും പൈസയല്ല. അത് മനസ്സിലാക്കണം. മനസ്സിലായോ? ഓരോ ഭരണന്മാര് വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ പൈസ കൊടുക്കുന്നത് ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തല്ല കൊടുക്കുന്നത്. ഞാൻ ഏത് പാർട്ടിയാണെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് എനിക്ക് ഒരാളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ഏത് പാർട്ടിയായിരുന്നു എന്നുള്ളത് ഞാൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, യുവതി പറഞ്ഞതിൽ എന്ത് ശരിയല്ലേ? പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, പൊന്ന് പിണറായി വിജയ, 10 വർഷം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? കർണാടക ഒന്ന് നോക്കണം എൻ്റെ പൊന്ന് പിണറായി വിജയ. കർണാടകത്ത് സ്ത്രീകൾക്ക് ബസ്സിന് ടിക്കറ്റ് ഇല്ല, ഇവിടെ ടിക്കറ്റ് ഇല്ല. ഈ പൈസയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വീട് വെക്കണമെങ്കിൽ പിണറായി വിജയൻ നമ്മൾ പൈസ കൊടുക്കണം, നികുതി എന്ന് പറഞ്ഞിട്ട്. ഈ പൈസയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു മിസ്റ്റർ പിണറായി വിജയൻ? പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് ഈ അടുത്താണ്. ആദ്യം പെൻഷൻ ഒരു മണ്ണാങ്കട്ടേ ഇല്ലായിരുന്നു. ഇതൊക്കെ എലക്ഷൻ വരുന്ന സമയത്താണ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ മിസ്റ്റർ പിണറായി വിജയൻ, അതും കൊടുക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നല്ല, അത് കൊടുക്കുന്നത് ഞങ്ങളുടെ പൈസ എന്നാണ് യുവതി പറഞ്ഞത്. യുവതിയെ തെറിവിളിച്ചുകൊണ്ട് സഖാക്കൾ നോക്കൂ, 75,000 ലൈക്കാണ് ഇതിന് കിട്ടിയത്. എത്രയോ മില്യൺ വ്യൂസാണ്.
75,000 ലൈക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? എല്ലാവർക്കും യുവതി പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടു. എന്നാൽ ചില സഖാക്കൾ യുവതിയുടെ തന്തക്കും തള്ളക്കും വിളിച്ച് രംഗത്ത് വരികയാണ്. എന്തിനാണ് യുവതി പറഞ്ഞത്? ക്ലിയറാണ്. ഇങ്ങനെയുള്ള പോയിന്റ് പറയുമ്പോൾ നമ്മൾ പാർട്ടി നോക്കരുത്. ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള പോയിന്റാണ് പൊന്നു മനുഷ്യന്മാരെ. ധർമ്മടത്ത് പിണറായി വിജയൻ തോക്കുമെന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ആ വിഷയം വെക്കാം. അതായത് ധർമ്മടത്തെ നാട്ടുകാർ പറയുന്ന വിഷയം വെക്കാം. ഒരു കാര്യം പറയുകയാണ്, ഇത്തവണ പിണറായി വിജയൻ വിയർക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ പിണറായി വിജയൻ വിജയിച്ചത് 50,000 ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ ഇത്തവണ ഒരുപക്ഷെ പിണറായി വിജയൻ തോക്കും അഥവാ ജയിക്കുകയാണെങ്കിൽ കഷ്ടിച്ച് 1000-ഓ 2000-ഓ വരുന്ന ഭൂരിപക്ഷത്തിലായിരിക്കും ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കുക. കാരണം ധർമ്മടത്തിൽ നിന്ന് സഖാക്കൾ തന്നെ പറയുകയാണ്, ഒന്ന് തീർന്നാ മതി ഈ ഒരു ഭരണം. കേട്ട് കേട്ട് മടുത്തു. പിണറായി വിജയന്റെ ഭരണം കണ്ടിട്ട് മടുത്തു. ഞങ്ങളുടെ നാട്ടുകാരനാണ് പിണറായി ധർമ്മടമൊക്കെ ഇങ്ങനെ ഫേമസ് ആവാൻ കാരണം പിണറായി വിജയനാണ്. പക്ഷെ അദ്ദേഹം ജയിച്ചിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹത്തിന് വലിയ ഗമയാണ്. പ്രസംഗിക്കുമ്പോൾ മൈക്കേ തെറി വിളിക്കുന്നുണ്ട്, ചോദ്യം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പിണറായി വിജയൻ അതിനുശേഷം ഡാഷ് മോനെ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പിണറായി വിജയന് ഞങ്ങൾ വോട്ടിടുന്നില്ല എന്ന് നല്ലവരായ സഖാക്കൾ പറയുകയാണ്. അതിനുശേഷം നല്ലവരായ സഖാക്കൾ പറയുന്നത്, പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വന്നാൽ CPM എന്ന പാർട്ടി എന്നേക്കുമായിട്ട് ഇല്ലാതാവും. അതുകൊണ്ട് ഇത്തവണ പിണറായി വിജയൻ വരരുത്. അതുകൊണ്ട് പിണറായി വിജയനെ ഞങ്ങൾ എന്നേക്കുമായിട്ട് തോൽപ്പിക്കുന്നു എന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരമാണ് എൻ്റെ പൊന്നുമനുഷ്യന്മാരെ വരുന്നത്. എന്തായാലും അബ്ദുൾ റഷീദാണ് ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥി. അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. നമ്മളിപ്പോൾ ഷാഫി പറമ്പിലിനെ എങ്ങനെയാണ് കാണുന്നത്? ഇദ്ദേഹം അബ്ദുൾ റഷീദ് വലിയൊരു ഫേമസ് ആയിട്ടില്ലെങ്കിലും ധർമ്മടുക്കക്കാർക്കും കണ്ണൂറുകാർക്കും നല്ല രീതിയിൽ അറിയുന്ന ഒരു മനുഷ്യനാണ് ഈ അബ്ദുൾ റഷീദ്. അബ്ദുൾ റഷീദിനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ് അബ്ദുൾ റഷീദ്. അബ്ദുൾ റഷീദിനെ നമ്മൾ എങ്ങോട്ട്, അബ്ദുൾ റഷീദ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഓടിയെത്തി നമ്മളെ സംരക്ഷിക്കുന്ന അത്രയും നല്ലൊരു മനുഷ്യനാണ് അബ്ദുൾ റഷീദ്. അതുകൊണ്ട് ഇത്തവണ അവിടെ വലിയൊരു അട്ടിമറി നടന്നിട്ട് അബ്ദുൾ റഷീദ് ജയിക്കുമെന്നാണ് ഇപ്പൊ നടക്കുന്ന സർവേ ഫലത്തിലൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പിണറായി വിജയന്റെ നാട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്കാം. ഫോട്ടോ ഒക്കെ പ്രിന്റ് എടുത്ത് എങ്ങനെയുണ്ട് ഇത്തവണ? ഫോട്ടോ ഒക്കെ പ്രിന്റ് എടുത്ത് ആരാ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇവിടുത്തെ ധർമ്മടത്തെ അവസ്ഥ എങ്ങനെയാ? ഭയങ്കര ആവേശാണ്. റോഡ് ഷോന് നേരത്തെ എത്തിച്ചേർന്നു. നേരത്തെ ചൂട് പ്രശ്നമുണ്ടോ? ഇല്ല ഈ ചൂടൊന്നും പ്രശ്നമൊന്നല്ല. ഇത്രയും ദിവസങ്ങളിൽ UDF എന്ന് പറഞ്ഞ ചെറുപ്പകാലത്തെ ആവേശമാണ് നമുക്ക്. UDF തന്നെ കൊണ്ടപ്പോ കഴിഞ്ഞ തവണ 50,000 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അത് നോക്കണ്ട, ഇപ്രാവശ്യം അട്ടിമാറി ജയിക്കും. അതിന്റെ ജയിച്ചാ മതി, ഒരു വോട്ടിനെങ്ങാനും ജയിച്ചാ മതി. ഇപ്രാവശ്യം നല്ല ഉഷാറായിട്ട് ഭൂരിപക്ഷത്തോട് വിജയിക്കും. അത് 100% ഉറപ്പാ. എന്താണ് ഇപ്രാവശ്യം ധർമ്മം തൂക്കിയെടുക്കും, ഞങ്ങൾ തൂക്കും. നല്ല പ്രതീക്ഷയാണ് നമുക്ക്. ഇപ്രാവശ്യം നമ്മൾ ജയിച്ചിരിക്കും. പിണറായി നമ്മൾ തിരുത്തിയിരിക്കും. ധർമ്മത്തിന് വിജയം വേണ്ടേ? എപ്പോ ഒരാൾ പറ്റപ്പറല്ലോ, മരണം മാറണം. അതിന് ക്ലീൻ ബൗൾഡ് ആവും. റഷീദ് പറഞ്ഞ പോലെ ക്യാപ്റ്റൻ ക്ലീൻ ബൗൾഡ് ആവും ധർമ്മടത്ത്. അബ്ദുൾ റഷീദ് 5000 വോട്ടുകളും ജയിച്ചു കയറി ഈ ധർമ്മടത്ത്. ക്യാപ്റ്റൻ ക്ലീൻ ബൗൾഡ് ആവുന്നാണ് പറയുന്നത്. 100% ക്യാപ്റ്റൻ ക്ലീൻ ബൗൾഡ് ആയിരിക്കും. കാരണം ജനങ്ങൾക്ക് അപ്രാപ്യനായ MLA ആണ്. അദ്ദേഹത്തിന് വെറും പൊള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 50,000 വോട്ടിന് വിജയിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്തവണ ക്ലീൻ ബൗൾഡ് ആക്കുമെന്നുള്ള നടത്തുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ വലിയ ആവേശം ധർമ്മടത്തും UDF-ന്റെ ക്യാമ്പിലും പ്രകടമായി തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതായത് മിസ്റ്റർ പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, ജനങ്ങളെ നല്ല രീതിക്ക് ഭരിച്ചാൽ ഇങ്ങനെയുള്ള ഗതികേട് വരുള്ള മിസ്റ്റർ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് കേൾക്കുന്ന വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ വലിയൊരു ടിഫ്റ്റുണ്ട് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ഒരു കാര്യം കൂടി പറയാം, തൃക്കരിപ്പൂർ LDF കോട്ടയാണ് തൃക്കരിപ്പൂർ. ആ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ജയിക്കുമെന്ന നടുക്കുന്ന സർവേ ഫലമാണ് വരുന്നത്. അതിലേക്കൊക്കെ 8 മണിയാകുമ്പോൾ ഞാൻ ഞെട്ടലേറിയ നടുക്കുന്ന സർവേ ഫലം കൊണ്ടുവരാം. അതിനു മുമ്പ് നാളെയാണ് വോട്ട്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ ശ്രദ്ധിച്ചു വേണം വോട്ടിടാൻ വേണ്ടിയിട്ട്. ആരാണ് സത്യസന്ധന്മാർ, ആരാണ്, എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ വോട്ട് ഇടണം. ഇല്ലെങ്കിൽ 5 വർഷം കരയേണ്ടി വരും. അതുകൊണ്ട് ആരും നിങ്ങളുടെ വോട്ട് മിസ്സാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.